ബൈബിളിൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം, അവിടെ ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുന്ന ഭാഗം 3-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: ജന്മനാ മുടന്തനായ ഒരു മനുഷ്യനെ അവർ അവിടെ കണ്ടു. ജന്മനാ മുടന്തനാണ്, ജന്മനാ അങ്ങനെയാണ്. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് അവരെ വിളിച്ചു. ആരെ വിളിച്ചു? സാധാരണ ആൾക്കാരെ വിളിക്കുന്ന പോലെ തന്നെ എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ വല്ലതും തരണമേ എന്ന ഈ രീതിയിൽ ഭിക്ഷയാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ ഞങ്ങളുടെ കയ്യിലില്ല, യേശുക്രിസ്തുവിന്റെ നാമം മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. ഈ നാമമുണ്ട് എന്ന് പറഞ്ഞത് എന്തിന് കാരണമായി? ആ മനുഷ്യൻ ഇത്രയും നാൾ അനുഭവിച്ച ആ വിഷമം, ആ ഒരു പ്രതിസന്ധിക്ക് പരിഹാരമായത് ഈ നാമമാണ്. പണം കൊണ്ടും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ചെയ്യാൻ പറ്റാത്തത് കർത്താവായ യേശുവിന്റെ നാമത്തിന്റെ വിശ്വാസത്തിൽ ചെയ്യാൻ പറ്റും.